Dear students, ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാനോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന S8 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട സബ്ജക്റ്റ് ആണ്. സോ നാനോ ഇലക്ട്രോണിക്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വരുന്ന വീഡിയോസിൽ നമ്മൾ നോക്കും. നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നമുക്കറിയാം, ആസ് പെർ സിലബസ് നമുക്ക് മൊത്തത്തിൽ 6 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. അപ്പോൾ 6 മൊഡ്യൂളും ജസ്റ്റ് എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂൾസ് എന്തിനെ പറ്റി ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ഇൻട്രൊഡക്ഷൻ ടു നാനോ ടെക്നോളജി, ഇറ്റ്സ് ഇമ്പാക്ട്സ്, ലിമിറ്റേഷൻസ്, ട്രെൻഡ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് വേരിയസ് പാരാമീറ്റേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നാനോ ലെയേഴ്സ് ഇൻ ദ ഫാബ്രിക്കേഷൻ and its various techniques used for the fabrication of nano structures. So second module deal ചെയ്യുന്ന എന്താണ്, നാനോ ലെയേഴ്സ് എങ്ങനെയാണ് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ ഇനി നാനോ ലെയേഴ്സ് അല്ലെങ്കിൽ നാനോ സ്ട്രക്ചേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ടെക്നിക്സ് എന്താണ് എന്നുള്ളതാണ് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ we deal with various tools used for analyzing nano materials, that is various microscopic methods. And in the fourth module, we deal with nanostructures and the concepts. Fifth module will deal with how nanostructures work under electric field as well as magnetic field. And the sixth module will study about the nano devices based on the above said phenomenon. Okay, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നാനോ ഇലക്ട്രോണിക്സിൽ ഓൾ ടുഗദർ നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കാനുള്ള പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് കയറുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു സ്റ്റഡി വാട്ട് ഈസ് മെന്റ് ബൈ നാനോ ഇലക്ട്രോണിക്സ്. സോ ഈ നാനോ ഇലക്ട്രോണിക്സ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് നാനോ സയൻസ് എന്നുള്ളത് അറിയേണ്ടി വരും. ഓക്കെ, അപ്പൊ നാനോ സയൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തറിയണം, നാനോ ടെക്നോളജി അറിയണം. സോ വി വിൽ ഡീൽ വിത്ത് നാനോ ടെക്നോളജി ആസ് എൻ ഇൻട്രൊഡക്ഷൻ. Thereafter, we will study what are the various impacts, limitations of conventional microelectronics. Before that, we will study history of nanoelectronics also. Thereafter, we will go through what are the various trends in microelectronics and optoelectronics. ഇത്രയും പഠിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് വരും mesoscopic physics and what are the trends in microelectronics and optoelectronics and its characteristic length in mesoscopic systems. Then നമുക്ക് എക്സാമിന് ആസ് യൂഷ്വൽ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ക്വാണ്ടം മെക്കാനിക്കൽ കോഹറൻസ് ആൻഡ് നാനോ സ്ട്രക്ചേഴ്സിന്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻസ്, അതിന്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡെറിവേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാനോ സയൻസ് ആണ്. എന്താണ് നാനോ സയൻസ്? ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട് ഓഫ് നാനോ ഇലക്ട്രോണിക്സ്. നാനോ ഇലക്ട്രോണിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്ത്, നാനോ സയൻസ് എന്ന് പറയുന്നത്, which is the macro counterpart at nanoscale. It's a studying in nanoscience. We used to study phenomenon mainly which is based on mainly physical, chemical and biological level, which is having a length less than 100 nanometer. അതായത് ഒരു 100 നാനോമീറ്റർ ലെങ്തിനേക്കാളും കുറവുള്ള ഒബ്ജക്റ്റിന്റെ ഫിസിക്കൽ, കെമിക്കൽ ആസ് വെൽ ആസ് ബയോളജിക്കൽ ഫിനോമിനൻ അനലൈസ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഏതിൽ ഒക്കൂർ ചെയ്യുന്നത്, നാനോ സയൻസ് അല്ലെങ്കിൽ നാനോ ടെക്നോളജിയിൽ റൈസ് ചെയ്യുന്നത്. സോ ഇതിനെ പറ്റിയിട്ടുള്ള പഠനമാണ് ശരിക്കും എന്ത്, നാനോ സയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് നാനോ സയൻസ് എന്ന് പറയുന്നത്? എന്താണ്? is the fundamental aspect of nanoelectronics which occurs as a macro counterpart at nanoscale. That means the dimension is less than 100 nanometer. So ഈ 100 നാനോമീറ്ററിനേക്കാളും കുറവുള്ള ഒബ്ജക്ട്സിന്റെ എന്ത് സ്റ്റഡിയാണ്? It can be either physical, chemical or biological ലെവലിലുള്ള സ്റ്റഡി ആയിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നാനോ ടെക്നോളജി. സോ ആഫ്റ്റർ സ്റ്റഡിങ് നാനോ സയൻസ്, നമ്മൾ എന്താണ് നാനോ സയൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ ജസ്റ്റ് നോക്കി. എന്താണ് നാനോ സയൻസ്? നമ്മൾ 100 നാനോമീറ്റർ ഡയമെൻഷനേക്കാളും കുറവുള്ള ഒബ്ജക്ട്സിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് നാനോ സയൻസ് എന്ന് പറയുന്നത്. വൺസ് നമ്മൾ നാനോ സയൻസ് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം?
ഈ പറയുന്ന നാനോ സയൻസിന്റെ കൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം? വി നീഡ് ടു ക്രിയേറ്റ് സർട്ടൻ യൂസ്ഫുൾ പ്രോഡക്ട്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 1 building blocks at length scale less than nanometer, 100 nanometer. അപ്പൊ നമ്മൾ നാനോ സയൻസ് പഠിച്ചതിന് ശേഷം ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്ത്, നമുക്കറിയാം നാനോ സയൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് objects, physical, chemical or biological level or behavior of an object with dimension less than 100 nanometer. ഈ 100 നാനോമീറ്ററിനേക്കാളും ചെറിയ ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റഡിയാണ് നാനോ സയൻസ്. ഈ പഠിച്ച കൺസെപ്റ്റ് യൂസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 1 building blocks which lies in this range യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈസ്, യൂസ്ഫുൾ പ്രോഡക്റ്റ് വി നീഡ് ടു ക്രിയേറ്റ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന അപ്ലൈഡ് നാനോ സയൻസ്, നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ടെക്നോളജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. In the last few years, there are tremendous activity in nanoscience and nanotechnology all over the world. Hence, we can see that nanoelectronics is one of the major branch of nanotechnology, like all coming under nanotechnology, like nanomaterials, nanoelectronics, nanobiotechnology, nanomechanics. ഈ പറയുന്ന എല്ലാം ഇതിനകത്ത് വരും, നാനോടെക്നോളജിക്കകത്ത് വരും. Out of this, nanoelectronics is one of the most mature of these technologies. Also, nanoelectronics is the most successful commercial manifestation of nanoscience and nanotechnology. While talking on nanoelectronics, we use nanoelectronics enabled products in our day-to-day life. ശരിയല്ലേ? നമ്മൾ നാനോ ഇലക്ട്രോണിക്സ് എനേബിൾഡ് പ്രോഡക്ട്സ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. Nanoelectronics growth in future relies on innovations in new materials and device structures. Only then we can create nanoelectronic structures in future. Next topic എന്ന് പറയുന്നത് perspective on length scale. Consider two areas. നമ്മൾ ഇവിടെ രണ്ട് areas consider ചെയ്തിട്ടുണ്ട്. One is biology that we all made of, and the other is electronics that we create. അപ്പോൾ നമ്മൾ ഇത് നാച്ചുറലി ആയിട്ടുള്ള ബയോളജി ഇത് കൺസിഡർ ചെയ്തിട്ടുണ്ട്, what we are made of, and one is electronics that humans create. We all know biology is made up of carbon and electronics is always made up of what? Silicon. Is it? Of course. There are other combinations in biology other than carbon. Carbon അല്ലാതെ വേറെയും ഇതിനകത്ത് കോമ്പിനേഷൻസ് വരാം. ബട്ട് അതിന്റെ ഏറ്റവും ബേസിക് എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? കാർബൺ തന്നെയാണ്. അതേപോലെ ഇലക്ട്രോണിക്സിൽ വരുവാണെങ്കിലും അതിന്റെ ഫണ്ടമെന്റൽ എലമെന്റ് സിലിക്കൺ ആണ്. ദാറ്റ് ഡസന്റ് മീൻ സിലിക്കൺ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നില്ല. ഓക്കെ. When we are talking on atomic scale, we are really talking on the range of 100 picometer. നമ്മൾ അറ്റോമിക് സ്കെയിലിൽ ഇത് നോക്കുമ്പോൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം അറ്റോമിക് സ്കെയിൽ ഇവിടെ ലെൻസ് സ്കെയിൽ കാണിച്ചിട്ടുണ്ട്. ഈ ലെൻസ് സ്കെയിലിന്റെ ഇവിടെ സ്റ്റാർട്ടിങ് എത്രയാണ്? 100 picometer. സോ ഇതാണ് നമ്മുടെ അറ്റോമിക് സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഏത് ഒബ്ജക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ അറ്റോമിക് ആറ്റംസ് ആണെങ്കിലും അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? 100 picometer ആണ്. In the horizontal scale, 3 orders of magnitude decreases in length scale. അതായത് ഈ ഒരു സ്കെയിൽ എടുക്കുവാണെങ്കിൽ തൊട്ട് മുന്നത്തെ സ്കെയിലുമായിട്ട് നോക്കുമ്പോഴത്തേക്കും അതിന്റെ ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് എത്ര ഡിഫറൻസ് ഉണ്ടാവും? ഇവിടെ 10⁻⁻7 ആണ്, ഇവിടെ വന്നപ്പോഴത്തേക്ക് 10⁻⁻10 ആണ്. ദാറ്റ് മീൻസ് ഒരു 7ന്റെ കൂടെ ഒരു 8, 9, 10 ഒരു 3 ഓർഡേഴ്സ് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുവാണോ ഇൻക്രീസ് ചെയ്യുവാണോ? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. The length scale of each technology is shown above. നമുക്കറിയാം ഈ പറയുന്ന ബയോളജി ആസ് വെൽ ആസ് ഇലക്ട്രോണിക്സ് ഈ രണ്ടിന്റെയും ലെൻസ് സ്കെയിൽ എന്ന് പറയുന്നത് സെയിം ആണ്. ഓക്കെ. സോ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ correlated. That means they are interrelated and bio-inspired electronics products can be made. So നമുക്ക് ഈ ടെക്നോളജിക്കൽ വൈസ് ഈ ഒരു കൺസെപ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെക്നോളജീസ് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ്? നമ്മൾ ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി മാക്രോ ടെക്നോളജി. മാക്രോ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഈ ഒരു ലെൻസ് സ്കെയിൽ എന്ന് പറയുന്നത് if the dimension is in between 100 meter and 100 millimeter അങ്ങനെയാണെങ്കിൽ that will comes under macro technology. And the examples are, in the case of biology we know it's trees, human being, human brain, etc. And
when compared to electronics, it is cellular tower, server, mobile, motherboard. Okay, and if the product dimension is in between 100 millimeter and 100 micrometer, then we will call those technology, those devices which are coming under mesoscopic technology. And examples in case of biology, it is human heart, human eyeball, human retina. And when it comes to electronics, examples are package chip, microprocessor, and cache memory. And if the product dimension is between 100 micrometer to 100 nanometer, then we will call this technology as micro technology. Here is the micro technology. That means in the case of biology, the examples are human hair, human arteries, RBCs, red blood corpuscles. And when compared to electronics, examples are ALU, arithmetic and logic unit, multiplier, logic gates. And if the product dimension is in between 100 nanometer to 100 picometer, we would study these devices using which technology? Nanotechnology. These are all coming under nanotechnology. And the examples in biology are cell nucleus, DNA, which is the basic building block of life, carbon atoms. When it comes to electronics, examples are gate length, gate oxide, silicon atoms. So we can say that both this electronics as well as biologies are interrelated, and because of that we can create electronics using bio-inspired electronics. We can call this as bio-inspired electronics, and we can create those devices also. This is another video, another PPT which shows the same concept. Here we know that nano, this is taken from a Greek word nanos, which means dwarf. We know dwarf എന്ന് വെച്ചാൽ എന്താണ്, height കുറവാണ്. So in metric system it means it is about 10 raised to minus 9. So nano means എന്താണ്, 10 raised to minus 9 ആണ്. So a nanometer എന്ന് പറയുന്നത് എന്താണ്, 10 raised to minus 9 meter ആണ്. Which is a nanometer is 1 billion of a meter. എന്ന് പറഞ്ഞാൽ എന്താണ്, 1 by 10 raised to 9 meter അല്ലേ. സോ ഇതിനെ നമ്മൾ ഒരു സ്കെയിൽ ഡയമെൻഷൻ എടുക്കുവാണെങ്കിൽ, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, ആ ഡിവൈസ് ഡയമെൻഷൻസ് നമുക്ക് എടുക്കുവാണെങ്കിൽ ഹിയർ ഇവിടെ എന്ത് വരും, ഇവിടെ നാനോ ടെക്നോളജി വരും, ഇവിടെ മൈക്രോ ടെക്നോളജി വരും, ഇവിടെ എന്താണ് മീസോ, നമ്മൾ ഇതിന്റെ ഇടയിൽ മീസോ ടെക്നോളജിയും പറഞ്ഞിരുന്നു, അതിന് ശേഷമാണ് മൈക്രോ ടെക്നോളജി പറഞ്ഞത്. നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റിന്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണിത്. Nanomaterials are single phase or multi-phase polycrystals, and the crystal size of which is of the order of few nanometers. നമ്മുടെ dimensions ഒക്കെ already previous videos പറഞ്ഞിട്ടുണ്ട്. Just എന്താണ് nanomaterials and the definition ആണ്. It can be either a single phase crystal or multi-phase polycrystals. And these materials may contain crystalline, quasi-crystalline or amorphous phases and can be either metal, ceramics, semiconductors or composites. How small is nanoscale? അതിന്റെ ഒരു ഇലസ്ട്രേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ ഒരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും DNA എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് അബൌട്ട് നാനോ ഡയമെൻഷൻസ്. Similarly, single wall carbon nanotubes is also in nanometer range, and this nanoparticle is about nanometer range. So ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും ഡയമെൻഷൻസ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കമ്പയർ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ DNA നമ്മൾ ബാക്ടീരിയ ആയിട്ട് കമ്പയർ ചെയ്യുന്നു, ഈ സിംഗിൾ വോൾ കാർബൺ നാനോട്യൂബ്സിനെ ഒരു സ്ട്രാൻഡ് ഓഫ് ഹെയറുമായിട്ട് കമ്പയർ ചെയ്യുന്നു, നാനോ പാർട്ടിക്കിൾസിനെ ആന്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഐദർ ഇൻ മൈക്രോമീറ്റർ ഓർ മില്ലിമീറ്റർ റേഞ്ച് ആണ്. ഓക്കെ, സോ കമ്പയർ ടു ദിസ് നമുക്കറിയാം, ഇതൊക്കെ നമുക്ക് കുറെയൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ വി നോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് എൻ ആന്റ് അല്ലേ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്ട്രാൻഡ് ഓഫ് ഹെയറിന്റെ ഡയമെൻഷൻ എങ്ങനെയാണെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അതിനും താഴെയാണ് എന്ത്, ഡയമെൻഷൻ വൈസ് ദീസ് ഡിവൈസസ്. ഇനി ഇതെന്ന് പറയുന്നത് നമുക്കറിയാം വിസിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സോ കമ്പയർ ടു ദീസ് വിസിബിൾ സ്ട്രക്ചേഴ്സ്, നമുക്ക് ഈ ഒരു പിക്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ഹൗ മിനിയേച്ചർ ഈസ് എ നാനോ പാർട്ടിക്കിൾ ഈസ് ഓർ എ നാനോ സ്ട്രക്ചർ ഈസ്. സോ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല.
ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇതേ ഫിഗർ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. സോ കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് വൺ നാനോ ടെക്നോളജി, ഇറ്റ്സ് സൈസ് ആൻഡ് സ്കെയിൽ. നമുക്കറിയാം ഹ്യൂമൻ ഹെയർ അതിന്റെ ഡയമെൻഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് കംസ് അണ്ടർ 100 മൈക്രോമീറ്റർ ടെക്നോളജി. അതിന്റെ കറസ്പോണ്ടിങ് ഫീച്ചർ സൈസ് ആണ് 100 മൈക്രോമീറ്റർ ടെക്നോളജി. ഇനി പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽസ് ആണെങ്കിൽ ഇറ്റ് ഓൾസോ കംസ് അണ്ടർ 100 മൈക്രോമീറ്റർ ടെക്നോളജി. ഇനി most bacterias, it comes under 10 micrometer technology, and when it comes to transistor it is about 100 nanometer in size ആണ്. ഇനി ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള റീജിയൻസ് ആണ് ശരിക്കും എന്ത് നാനോ ടെക്നോളജിയിൽ വരുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ virus which comes in the range shown there. This is proteins. This is carbon nanotubes. And here comes atoms. So ഈ ഒരു ഡയമെൻഷൻസ് ആണ് നമ്മൾ എവിടെ കാണിച്ചിരിക്കുന്നത്, നമ്മൾ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും how small a nano particle is. This is a simple comparison of a single human hair and nanofiber. ഇതാണ് ഹ്യൂമൻ ഹെയർ എന്ന് പറയുന്നത്, ഇതാണ് നാനോ ഫൈബർ. സോ ജസ്റ്റ് ഒരു കമ്പാരിസൺ ആണ്. ഈ ഒരു കമ്പാരിസൺ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവണം നാനോ ഫൈബേഴ്സ് എന്ന് പറയുന്നത് അത്രയ്ക്ക് മിനിയേച്ചർ ഇൻ സൈസ് ആണ് ഇൻ ടേംസ് ഓഫ് നാനോ ഡയമെൻഷൻസ്. നെക്സ്റ്റ് we can just measure approximately what is the width of an atom, what is the width across a DNA molecule, width of a wire in a computer. Everything is shown in this PPT. Just go through this. നമ്മൾ ഓൾറെഡി പറഞ്ഞ ലെൻസ് സ്കെയിൽ ആൻഡ് ഇറ്റ്സ് ഫീച്ചർ സൈസ് വെച്ചിട്ടുള്ള സ്കെയിൽ ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മാക്രോസ്കോപ്പിക്, മീസോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് ആൻഡ് നാനോസ്കോപ്പിക് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പിന്നെ ഇതിന്റെ മോഡലിംഗിനകത്തുള്ള ഒരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡയമെൻഷൻസിനകത്ത് വരുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ നമ്മൾ will measure using classical mechanics, and when it comes to nano scale devices we analyze using quantum mechanics. അപ്പോൾ നമുക്ക് രണ്ട് മോഡലിംഗ് കോൺസെപ്റ്റ്സ് നമുക്ക് ക്ലിയർ ആക്കണം. രണ്ട് ടൈപ്പ് ഓഫ് മോഡലിംഗ് കോൺസെപ്റ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ മെക്കാനിക്സ് ഓഫ് ഫിസിക്സ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ് ഓഫ് ഫിസിക്സ്. നമ്മൾ പിന്നീട് വരുന്ന പോർഷൻസിൽ നമ്മൾ ഇതേ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഇനി നാനോ ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ട് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ മൈൽ സ്റ്റോൺ ഇൻ ദ സ്റ്റാർട്ട് ഓഫ് നാനോ എന്താണെന്നൊക്കെ നോക്കാം. Many nanoforms of matter exist around us. നമുക്ക് ചുറ്റും ഒരുപാട് നാനോ ഫോംസ്, മാറ്ററിന്റെ നാനോ ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. One of the earliest nano-sized object known to us was made of gold. ഗോൾഡ് ആയിരുന്നു നമുക്ക് ആദ്യമേ അറിയാവുന്ന നാനോ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് he prepared colloidal gold in 1956. 1956 എന്ത് പ്രിപ്പയർ ചെയ്തു? colloidal gold prepare ചെയ്തു and called it divided metals. Metallic gold when divided into fine particles ranging from sizes of 10 to 500 nanometer particles can be suspended in water. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കൊളോയിഡൽ ഗോൾഡ് ആണ് ഫസ്റ്റ് നമ്മൾ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ ഫാരഡേ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ച ഒരു മെറ്റീരിയൽ ആണ് എന്ത്? കൊളോയിഡൽ ഗോൾഡ്. ഈ കൊളോയിഡൽ ഗോൾഡിനെ നമുക്ക് ഡിവൈഡഡ് മെറ്റൽസ് എന്ന് പറയാം. ഈ മെറ്റാലിക് ഗോൾഡിനെ നമ്മൾ when divided into fine particles which ranges from size in the range of 10 to 500 nanometer സൈസിലുള്ള പാർട്ടിക്കിൾ ആയിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് it will when it put in a water it will float in it. That means അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആയിരുന്നു എന്ത്? ഈ മെറ്റാലിക് ഗോൾഡ് എന്ന് പറയുന്നത്. പിന്നീട് 1890s ഒരു ജർമ്മൻ ബാക്ടീരിയോളജിസ്റ്റ് നെയ്മ് റോബർട്ട് കോച്ച് founded that compounds made of gold inhibited the growth of bacteria. For that he won Nobel Prize for Medicine in 1905. Later in Indian medical system called Ayurveda,
gold is used in several preparations. നമുക്ക് അറിയാവുന്നതാണ് സരസ്വതാരിഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, മെമ്മറി എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ആയുർവേദയിൽ നമ്മൾ യൂസ് ചെയ്ത് പോകുന്ന കുറച്ച് പ്രിപ്പറേഷൻസ് ആണ്. ഇത് കൂടാതെ നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മെഡിസിൻസിനകത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ലേശം ക്വാണ്ടിറ്റി ഓഫ് ഗോൾഡ് നമ്മൾ ആ മെഡിസിനൽ പ്രിപ്പറേഷൻസിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈൻലി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഗോൾഡ് ആണ്. So as to enhance their mental ability. ഇനി over 5000 years ago, Egyptians used gold in dentistry. In Alexandria, alchemists developed a powerful colloidal elixir known as liquid gold, which is a preparation meant to restore youth. ഇനി ചൈനയിൽ ഒരു കാലത്ത് people they used to cook rice with a gold coin in it so as to help replenish gold in their bodies. അവരുടെ ശരീരത്തിനുള്ളിൽ ഗോൾഡിന്റെ അംശം റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുമായിരുന്നു? ചോറ് വേവിക്കുന്ന സമയത്ത് ഒരു ഗോൾഡ് കോയിൻ ഇട്ട് വേവിക്കുമായിരുന്നു. ഇനി colloidal gold has been incorporated in glasses and vases to give them color. ചില ഗ്ലാസസ് ഒക്കെ ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് colloidal gold അവർ അതുമായിട്ട് മിക്സ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ചില സമയത്ത് ഈ കപ്പ് അപ്പിയേഴ്സ്, നമ്മളൊരു ഗ്ലാസ്സിനകത്ത് ഈ കൊളോയിഡൽ ഗോൾഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് അപ്പിയേഴ്സ് റെഡ് ഇൻ ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ആൻഡ് ഗ്രീൻ ഇൻ റിഫ്ലക്റ്റഡ് ലൈറ്റ്. ഈ ഒരു കപ്പിനെയാണ് നമ്മൾ ലൈസർഗസ് കപ്പ് എന്ന് പറയുന്നത്. വിച്ച് കണ്ടെയ്ൻ 70 നാനോമീറ്റർ പാർട്ടിക്കിൾസ് ആസ് സീൻ ഇൻ ദ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മളൊരു ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഏകദേശം ഒരു 70 നാനോമീറ്റർ പാർട്ടിക്കിൾസ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റി. ഏതിനകത്ത്? ലൈസർഗസ് കപ്പിനകത്ത്. അതിന്റെ ഇമേജ് കാണിക്കാൻ വരുന്ന സ്ലൈഡിൽ അത് ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെ ഒരുപാട് ഹിസ്റ്ററീസ് നമുക്ക് ഇതിന്റെ പിന്നിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പിന്നെ ഉണ്ടായ ഒരു ഡെവലപ്മെന്റ് ആണ് ഇനി 1985 റിസർച്ചേഴ്സ് റിപ്പോർട്ടഡ് ദ ഡിസ്കവറി ഓഫ് ബക്കീബോർഡ്, which is a round molecule of 60 atoms of carbon. This LED in turn led to the discovery of related molecular shape structure known as carbon nanotubes. Carbon nanotubes are molecular sized tubes which is made of graphite having outstanding properties. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈസർഗസ് ഗ്ലാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കപ്പ് എന്ന് പറയുന്നത്. which appears red in transmitted light and green in reflected light. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ കുറെയൊക്കെ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറെയൊക്കെ ജസ്റ്റ് കാണിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ള കുറച്ച് ഡെവലപ്മെന്റ്സ് ആണ് നാനോ ടെക്നോളജി ഫീൽഡ്. So we can come to a conclusion that nanotechnology is multidisciplinary. It can be used in almost every field such as physics, chemistry, biology, material science, information technology, mechanical engineering, electrical engineering, etc. ഇത്രയാണ് നമ്മുടെ നാനോ ടെക്നോളജീസിനെ പറ്റിയിട്ട്. എന്താണ് നാനോ ടെക്നോളജീസ്, അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്ററി ബിഹൈൻഡ് ദാറ്റ്. ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ്, advantages, disadvantages ഇതെല്ലാം നോക്കാം.